സത്യം പറഞ്ഞാൽ ക്യാമറ നൃത്തത്തിൻ്റെ ഒരു വകഭേദമാണ് ഈ പാശ്ചാത്യ നൃത്തം എന്ന പേരിൽ അരങ്ങേറുന്നത്. അന്ന് ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിൻ്റെ ഭരണമാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിന് അനുമതി നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണെങ്കിൽ ഇത് നടക്കില്ല. അന്ന് ഈ പാശ്ചാത്യ നൃത്തം, അതിന് പാശ്ചാത്യ നൃത്തത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ ഓറിയൻ്റൽ ഡാൻസ് എന്നായിരുന്നു. അന്ന് ഈ ഓറിയൻ്റൽ എന്ന് പറഞ്ഞാൽ പൗരസ്ത്യമാണ് എന്നറിയാനുള്ള വിജ്ഞാനം എനിക്കില്ലായിരുന്നു. ഒരു പക്ഷേ അത് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ഓറിയൻ്റൽ ഡാൻസിന് മലയാളത്തിൽ പാശ്ചാത്യ നൃത്തം എന്ന് പറഞ്ഞത്. രണ്ടായാലും സംഗതി ക്യാമറയായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് അടിയന്തരാവസ്ഥക്കാലത്ത് പോലും വളരെ യാതൊരു തടസ്സവും കൂടാതെ നിരങ്കുശമായിട്ട് നടന്നുകൊണ്ടിരുന്നു എന്നുള്ളതും കൗതുകകരമാണ്. മറ്റ് പല കാര്യങ്ങളിലും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്തും ഈ പാശ്ചാത്യ നൃത്തത്തിന് യാതൊരു നിയന്ത്രണം ഉണ്ടായില്ല. ഞാനൊക്കെ ഈ പാശ്ചാത്യ നൃത്തം കാണാവുന്ന പ്രായമായപ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടി ജയിക്കുകയും ഈ കലാപരിപാടി ഇല്ലാതാകുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ഓർമ്മ. ആലുവ മണപ്പുറത്ത് ഞാനിപ്പോൾ വളരെ കൊല്ലങ്ങളായിട്ട് പോകാറില്ല. കാരണം ഈ പൊടി വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് മണപ്പുറത്ത് അങ്ങനെ പോകാറില്ല. ശിവരാത്രിക്ക് മണപ്പുറത്ത് വല്ലപ്പോഴും പോയാലും ശിവരാത്രിക്ക് തീരെ പോകാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.